ആന്തൂർ നഗരസഭയുടെ വിവിധ ഭാഗങ്ങളിൽ നടത്തിയ പരിശോധനയിൽ പഴകിയ ഭക്ഷണങ്ങൾ പിടികൂടി. നഗരസഭ ഹെൽത്ത് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ സ്നേക് പാർക്കിന് സമീപത്തെ ഇല റെസ്റ്റോറന്റ്, പറശ്ശിനിക്കടവ് ബസ് സ്റ്റാൻഡിന് സമീപത്തെ 2255 എന്നിവിടങ്ങളിൽ നിന്നാണ് ഭക്ഷ്യയോഗ്യമല്ലാത്ത ഉൽപ്പന്നങ്ങൾ പിടികൂടിയത്. ആന്തൂർ നഗരസഭാ പരിധിയിലെ 11ഓളം ഹോട്ടലുകളിലാണ് നഗരസഭ ഹെൽത്ത് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തിയത്. ഇതിൽ ഇല റെസ്റ്റോറന്റിൽ നിന്ന് പഴകിയ ചിക്കനും, പറശ്ശിനിക്കടവ് ബസ് സ്റ്റാൻഡിന് സമീപത്തെ 2255 ഷോപ്പിൽ നിന്നും പഴകിയ ചമ്മന്തി, ചിക്കൻ, മസാലക്കൂട്ടുകൾ, സോസ് എന്നിവയും പിടികൂടി. 2255 ഷോപ്പിൽ ശുചിത്വമില്ലാത്ത ചുറ്റുപാടിലാണ് ഭക്ഷണം പാകം ചെയ്യുന്നതെന്നും സ്ക്വാഡ് കണ്ടെത്തി. ബക്കളത്തെ സൗപർണിക ബേക്കറി, ഹോട്ടൽ K4 കട്ടൻ എന്നിവിടങ്ങളിൽ നിന്ന് നിരോധിത പ്ലാസ്റ്റിക് ക്യാരി ബാഗുകളും പിടിച്ചെടുത്തു. ആന്തൂർ നഗരസഭയിലെ ആരോഗ്യ വിഭാഗം ഹെൽത്ത് എൻഫോഴ്സ്മെൻറ്റ് സ്ക്വാഡ് ഇന്ന് നഗരസഭയിലെ 11ഓളം വരുന്ന ഹോട്ടലുകൾ വ്യാപകമായ പരിശോധന നടത്തുകയും അതിൻ്റെ ഭാഗമായിട്ട് ഹോട്ടലുകളിൽ നിന്നും പഴകിയ ഭക്ഷ്യയോഗ്യമല്ലാത്ത പരിസര മലിനീകരണം ഉണ്ടാകുന്ന രീതിയിൽ സൂക്ഷിച്ചിരുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ പിടിച്ചെടുക്കുകയുണ്ടായി. നഗരസഭയിലെ ഇല റെസ്റ്റോറൻറ്റ്, ഫ്രണ്ട്സ്, അതുപോലെ തന്നെ വെൽവ്യൂ ഹോട്ടൽ, പോളാരീസ് അങ്ങനെ തുടങ്ങിയ ഹോട്ടലുകളിലാണ് റെയ്ഡ് നടത്തിയിട്ടുണ്ടെങ്കിൽ പോലും അതിൽ നമ്മുടെ ഈ 2255 അതുപോലെ തന്നെ ഇല റെസ്റ്റോറൻറ്റ് എന്നീ ഹോട്ടലുകളിൽ നിന്നും പഴകിയ ചിക്കൻ ഐറ്റംസുകൾ, അതുപോലെ തന്നെ കറിക്കൂട്ടുകൾ, മസാലകൾ തുടങ്ങിയ സാധനങ്ങൾ, കോളിഫ്ലവർ ഉൾപ്പെടെയുള്ള തുടങ്ങിയ സാധനങ്ങൾ പിടിച്ചെടുത്തു. നിലവിൽ IVOയുടെ നേതൃത്വത്തിലും ജില്ലാ ശുചിത്വ മിഷന്റെ നേതൃത്വത്തിലും നഗരസഭാ തലത്തിൽ 2 എൻഫോഴ്സ്മെന്റ് സ്ക്വാഡുകളും ഉൾപ്പെടെ 4 സ്ക്വാഡായി തിരിഞ്ഞാണ് പരിശോധന നടത്തുന്നത്. വരും ദിവസങ്ങളിലും പരിശോധന തുടരും. ആദ്യഘട്ടമെന്ന നിലയിൽ പിഴ ഈടാക്കുകയാണ് ചെയ്യുന്നതെന്നും തുടർ പരിശോധനയിൽ അപാകതകൾ കണ്ടെത്തിയാൽ സ്ഥാപനത്തിന്റെ ലൈസൻസ് റദ്ദാക്കുമെന്നും അധികൃതർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്.